ഒട്ടും പ്രതീക്ഷിക്കാത്ത തികച്ചും ഇരുണ്ടതും ഭയാനകവുമായൊരു ലോകത്തേക്കൊന്നു പറയാലോ. ഒരു നിമിഷം സങ്കൽപ്പിച്ചു നോക്കൂ. നിങ്ങളുടെ സ്വന്തം ഓർമ്മകൾ നിങ്ങളെ വഞ്ചിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളായി നിങ്ങൾ ഓർത്തെടുക്കാൻ തുടങ്ങിയാലോ. ശരിക്കും ഭയപ്പെടുത്തുന്ന ഒന്നാണല്ലേ അത്. ബ്ലേക്ക് ക്രൗച്ചിന്റെ പ്രശസ്തമായ സയൻസ് ഫിക്ഷൻ ത്രില്ലറായ റിക്കേഷൻ എന്ന പുസ്തകത്തിന്റെ വളരെ സിനിമാറ്റിക്കായ ഒരു വിശകലനത്തിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. യാതൊരു ആമുഖവുമില്ലാതെ തന്നെ ഉയർന്ന ദൃശ്യമികവോടെ നമുക്ക് ആ നിഗൂഢതയുടെ ആഴങ്ങളിലേക്ക് നേരിട്ടൊന്നിറങ്ങി നോക്കാം. ഈ ചിത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. തകർന്നു വീഴുന്ന ഒരു വാസ്തുവിദ്യയാണിത്. ഇതൊരു സാധാരണ ചിത്രമല്ല കേട്ടോ. നമ്മുടെ ഇന്നത്തെ വിഷയത്തിന്റെ യഥാർത്ഥ ഭീകരത എന്താണെന്ന് ഇത് വളരെ വ്യക്തമായി വരച്ചു കാട്ടുന്നുണ്ട്. തകർന്നു വീഴുന്ന നിങ്ങളുടെ തന്നെ മനസ്സിന്റെ ഉള്ളിൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയാതെ അനന്തമായ വാതിലുകൾക്കിടയിൽ നിങ്ങൾ കുടുങ്ങിപ്പോകുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. രക്ഷപ്പെടാൻ യാതൊരു പഴുതുകളുമില്ലാത്ത ഓർമ്മകളുടെ ഒരു വലിയ ചക്രവ്യൂഹത്തിൽ പെട്ടുപോകുന്ന ഭയപ്പെടുത്തുന്ന അവസ്ഥയാണത്. ശരി, നമുക്കീ സംഭവത്തിലേക്ക് നേരിട്ടിറങ്ങാം. ന്യൂയോർക്കിലെ പോ ബിൽഡിംഗിന്റെ 41ാം നിലയിൽ വെച്ച് ഡിറ്റക്റ്റീവ് ബാരി സട്ടൻ ആൻ വോസ് പീറ്റേഴ്സ് എന്ന സ്ത്രീയെ കണ്ടുമുട്ടുകയാണ്. യഥാർത്ഥത്തിൽ നടന്നിട്ടില്ലാത്തൊരു ജീവിതത്തിന്റെ ഓർമ്മകൾ അവരെ വല്ലാതെ വേട്ടയാടുന്നുണ്ടായിരുന്നു. ആ വ്യാജ ഓർമ്മകൾക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലെ ദൃശ്യങ്ങൾ പോലെ വെറും ചാരനിറമാണെന്നാണ് അവർ പറയുന്നത്. ഒരിക്കലും ജീവിച്ചിട്ടില്ലാത്തൊരു ജീവിതത്തിലെ ഭർത്താവിന്റെയും കുട്ടിയുടെയും ഗന്ധങ്ങളും സ്പർശനങ്ങളും അവരെ മാനസികമായി ആകെ തകർക്കുകയാണ്. വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ? പക്ഷേ ആ ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ സ്വയം ജീവൻ ഒടുക്കാൻ വരെ തയ്യാറാകുന്നു എന്നതാണ് സത്യം. ഇനി ഇതൊരു സാധാരണ മാനസിക പ്രശ്നമാണെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. എങ്ങുനിന്നോ പൊട്ടിപ്പുറപ്പെട്ട ഒരു വലിയ മഹാമാരിയാണിത്. ഇതിനെ ഫാൾസ് മെമ്മറി സിൻഡ്രോം അഥവാ FMS എന്ന് വിളിക്കുന്നു. ഒരേ സമയം രണ്ട് വ്യത്യസ്ത ജീവിതങ്ങളുടെ ഓർമ്മകൾ ഒരാളുടെ ഉള്ളിലുണ്ടാകുന്ന അവസ്ഥ. അതിൽ ഒന്ന് യഥാർത്ഥവും മറ്റൊന്ന് പൂർണ്ണമായും വ്യാജവുമാണ്. CDC ആദ്യം തന്നെ ഇത്തരം 64 കേസുകൾ കണ്ടെത്തിയിരുന്നു. പൂർണ്ണമായും സാങ്കൽപ്പികമായൊരു ചരിത്രം മുൻപെപ്പോഴോ ജീവിച്ചു തീർത്തതുപോലെ ആളുകളുടെ മനസ്സിലേക്ക് ഇരച്ചു കയറുകയാണ്. ഒടുവിൽ ആ മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ ആളുകൾ മരണത്തിലേക്ക് വീഴുന്നു. ഇനി നമുക്ക് ഇതിന്റെ ശാസ്ത്രീയ വശത്തേക്ക്, അതായത് ഹെലീന സ്മിത്ത് എന്ന ശാസ്ത്രജ്ഞയുടെ ദൗത്യത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. അവിശ്വസനീയമായ ഈ ഓർമ്മ മാറ്റങ്ങൾക്കു പിന്നിൽ ഹെലീന സ്മിത്ത് എന്ന ന്യൂറോ സയന്റിസ്റ്റാണ്. അൽഷിമേഴ്സ് രോഗം മൂലം സ്വന്തം അമ്മയുടെ ഓർമ്മകൾ പതുക്കെ മാഞ്ഞു പോകുന്നത് കണ്ടു നിൽക്കാനാവാതെ ഓർമ്മകളെ ഡിജിറ്റലായി സംരക്ഷിക്കാൻ അവർ സ്വന്തം ജീവിതം തന്നെ മാറ്റിവെച്ചു. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് യഥാർത്ഥത്തിൽ ഈ ഓർമ്മ എന്ന്? ഭൗതികമായി പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ ന്യൂറോണുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണിത്. നമ്മളും ഈ യാഥാർത്ഥ്യവും തമ്മിലുള്ള ഒരേയൊരു ഫിൽട്ടറാണ് ഓർമ്മ. അതായത് നമ്മളിപ്പോൾ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ തലച്ചോറിലെത്തുമ്പോഴേക്കും അത് കഴിഞ്ഞ കാലമായി മാറുന്നു. സാങ്കേതികമായി പറഞ്ഞാൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്നതെല്ലാം ഇതിനകം തന്നെ ഒരു ഓർമ്മയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഓർമ്മകളെ മാറ്റിയാൽ നമ്മുടെ യാഥാർത്ഥ്യത്തെയും മാറ്റാൻ കഴിയുമോ? വലിയൊരു ചോദ്യമാണല്ലേത്. ഇതൊന്നു നോക്കൂ. ഹെലീന എങ്ങനെയാണ് മനുഷ്യന്റെ ബോധത്തെ ഡിജിറ്റലായി മാപ്പ് ചെയ്തതെന്ന് ഇത് വളരെ കൃത്യമായി കാണിക്കുന്നു. വളരെ സങ്കീർണവും എന്നാൽ ശാസ്ത്രീയമായി വിശ്വസനീയവുമായ ഒരു പ്രക്രിയയാണിത്. ഒന്നാമതായി, ഒരു പ്രത്യേക ഓർമ്മയുമായി ബന്ധപ്പെട്ട ന്യൂറോണുകളുടെ കൂട്ടത്തെ അവർ കൃത്യമായി അടയാളപ്പെടുത്തുന്നു. രണ്ടാമതായി, തലച്ചോറിന്റെ ഒരു ഡിജിറ്റൽ മോഡൽ അവർ നിർമ്മിച്ചെടുക്കുന്നു. മൂന്നാമതായി, കാലങ്ങളായി സൂക്ഷിച്ചുവെച്ച ഓർമ്മകളെ വെർച്വൽ റിയാലിറ്റി പോലെ തിരികെ പ്രൊജക്റ്റ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ഓർമ്മകളെ തിരികെ നൽകാനുള്ള അത്ഭുതപ്പെടുത്തുന്ന ഒരു ശാസ്ത്രീയ മുന്നേറ്റമായിരുന്നു അത്. അങ്ങനെ ഈ കഥയിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവിലേക്ക് നമ്മൾ എത്തുകയാണ്. ദ മെമ്മറി ചെയർ. ഇവിടെ നിന്നാണ് എല്ലാ തകർച്ചയുടെയും തുടക്കം. അൽഷിമേഴ്സ് രോഗികളെ സഹായിക്കാനുണ്ടാക്കിയ ഈ മഹത്തായ കണ്ടെത്തൽ എങ്ങനെയാണ് ലോകത്തെ ഇല്ലാതാക്കുന്ന ഒന്നായി മാറിയത്? ശതകോടീശ്വരനായ മാർക്കസ് ലേഡിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മെമ്മറി ചെയർ വെറുമൊരു ചികിത്സാ ഉപകരണമായിരുന്നില്ല. ഭൂതകാലത്തിലെ ഒരു ഓർമ്മയിലേക്ക് ഒരാളുടെ ബോധത്തെ പൂർണ്ണമായും അയക്കാൻ കഴിയുന്ന, യാഥാർത്ഥ്യങ്ങളെ തന്നെ തിരുത്തിയെഴുതാൻ കഴിയുന്ന ഒരു ടൈം മെഷീനായി അത് മാറി. ഒരു നിമിഷം ഡിറ്റക്റ്റീവ് ബാരി സട്ടന്റെ ഈ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. പഴയ ടൈം ലൈനിൽ 11 വർഷം മുമ്പ് വാഹനാപകടത്തിൽ അയാളുടെ മകൾ മരിച്ചു. ആ ദുഃഖം താങ്ങാനാവാതെ ഭാര്യയുമായി അയാൾ വേർപിരിഞ്ഞു. എന്നാൽ മാറ്റം വരുത്തിയ പുതിയ ടൈം ലൈനിൽ മകൾ ജീവിച്ചിരിപ്പുണ്ട്. അവർ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. കഴിഞ്ഞുപോയ ഒരു വലിയ ദുരന്തത്തെ മാറ്റിയെഴുതിയതിന്റെ അതിഭയങ്കരമായ അനന്തരഫലങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇനിയാണ് കാര്യങ്ങൾ ശരിക്കും കൈവിട്ടുപോകുന്നത്. ടൈം ലൈനുകളുടെ തകർച്ച.
എന്നേക്കുമായി മരിച്ചുപോയെന്ന് കരുതിയ ഓർമ്മകൾ തിരികെ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. മാറ്റിയെഴുതിയ ചരിത്രം എന്നേക്കുമായി നിലനിൽക്കുമെന്ന് നിങ്ങൾ കരുതിയോ? ഏയ്, അവിടെയാണ് തെറ്റിയത്. പഴയ ടൈംലൈനിൽ നിന്നുള്ള ഓർമ്മകൾ പുതിയ യാഥാർത്ഥ്യത്തിലേക്ക് ഇരച്ചു കയറുന്നതാണ് ഫോൾസ് മെമ്മറി സിൻഡ്രോമിന്റെ യഥാർത്ഥ കാരണം. മെമ്മറി ചെയർ ഉപയോഗിച്ച് ഒരാൾ ഭൂതകാലത്തിലേക്ക് പോയി ഒരു സംഭവം മാറ്റിയെഴുതുമ്പോൾ പഴയ യാഥാർത്ഥ്യം പൂർണ്ണമായും മാഞ്ഞുപോകുമില്ല. മറിച്ച് ഭൂതകാലത്തിൽ നിന്ന് തുടങ്ങി ആ പഴയ ഓർമ്മ അവസാനിച്ച അതേ ബിന്ദുവിലെത്തുമ്പോൾ, അതായത് 2019 ഏപ്രിൽ 16 എന്നൊരു നിർദ്ദിഷ്ട തീയതിയിൽ ലോകത്തുള്ള എല്ലാവർക്കും അവരുടെ പഴയ ടൈംലൈനിലെ ഓർമ്മകൾ ഒരുമിച്ചു തിരികെ ലഭിക്കുന്നു. ലോക ജനസംഖ്യ ഒന്നടങ്കം ജീവിച്ചതും അല്ലാത്തതുമായ രണ്ട് വ്യത്യസ്ത യാഥാർത്ഥ്യങ്ങളെ ഒരേ സമയം ഓർത്തെടുക്കുന്ന ഭയപ്പെടുത്തുന്ന ഒരു ടൈം ബോംബാണ് അവിടെ പൊട്ടിത്തെറിക്കുന്നത്. പെട്ടെന്ന് ആ പോലീസ് സ്റ്റേഷനിലെ അവസ്ഥ ഒന്ന് സങ്കൽപ്പിക്കുക. ചുറ്റുമുള്ള പോലീസുകാരുടെ തലച്ചോറിലേക്ക് അവർ ഈ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത, എന്നാൽ മാറ്റിയെഴുതപ്പെട്ട മറ്റൊരു യാഥാർത്ഥ്യത്തിൽ സത്യമായ മറ്റൊരു ജീവിതത്തിന്റെ ഓർമ്മകൾ അതിശക്തമായി ഇറച്ചുകയറുകയാണ്. എന്ത് സംഭവിക്കുന്നു എന്നു മനസ്സിലാവാതെ ഭയന്നു വിറച്ച മുഖങ്ങൾ മാത്രമാണെങ്ങും. ഒരു നിമിഷം കൊണ്ട് ആ സ്ഥലം മുഴുവൻ കടുത്ത മരണഭയത്തിന്റെ പിടിയിലായി മാറി. അതിന്റെ ആഘാതം മാനസികം മാത്രമല്ല, ശാരീരികം കൂടിയായിരുന്നു. ഓർമ്മകളുടെ ഈ അമിതഭാരം താങ്ങാനാവാതെ ആളുകളുടെ മൂക്കിൽ നിന്ന് രക്തമൊഴുകുന്നു, അവർക്ക് നിയന്ത്രണമില്ലാതെ കരച്ചിൽ വരുന്നു. ബാരിയുടെ സഹപ്രവർത്തകയായ ഷീല റെഡ്ലിംഗ് സ്വന്തം തലയിലേക്ക് വെടിയുതിർക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കാരണം അവരനുഭവിച്ചത് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര ഭയാനകമായ ഒരു ഫാന്റം ട്രോമയായിരുന്നു. അവർ ജീവിച്ചു നശിച്ചുപോയ മറ്റൊരു ടൈം ലൈനിൽ ന്യൂയോർക്ക് നഗരത്തിൽ ഒരു അണുബോംബാക്രമണം നടക്കുകയും അവർ അതിദാരുണമായി മരിക്കുകയും ചെയ്തതിന്റെ ഓർമ്മയായിരുന്നു അത്. ഈ മാനസിക ഭാരം എത്രത്തോളം ഉണ്ടെന്നൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. 10 വ്യത്യസ്ത ടൈം ലൈനുകളിലെ മരണങ്ങളുടെ ഓർമ്മകൾ ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു സുനാമി പോലെ ഭാര്യയുടെ മനസ്സിലേക്ക് അടിച്ചു കയറുകയാണ്. താൻ വെറുമൊരു വ്യക്തിയല്ല, മറിച്ച് പരസ്പര വിരുദ്ധമായ എണ്ണമൊറ്റ ഓർമ്മകളുടെ ഒരു സമാഹാരം മാത്രമാണെന്ന് അയാൾ തിരിച്ചറിയുന്നു. ഒരു ചെറിയ തലച്ചോറിന് എങ്ങനെയാണ് ആയിരക്കണക്കിന് വർഷത്തെ ഓർമ്മകൾ താങ്ങാനാകുക? അവയെല്ലാം ഒരൊറ്റ മനസ്സിലേക്ക് ചുരുങ്ങുമ്പോൾ സ്വന്തം വ്യക്തിത്വം തന്നെ ഇല്ലാതാകുകയാണ്. അവസാനമായി നിങ്ങളെ ശരിക്കും ചിന്തിപ്പിക്കുന്ന ഒരു വലിയ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. നമ്മുടെ ബോധം നശിക്കുമ്പോൾ, ഇങ്ങനെ സമയരേഖകൾ തകർന്നു വീഴുമ്പോൾ, എണ്ണമറ്റ ഓർമ്മകളുടെ ആ അതിഭീമമായ ഗുരുത്വാകർഷണം നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ ബ്ലാക്ക് ഹോൾ സൃഷ്ടിക്കുമോ? യാഥാർത്ഥ്യമെന്നത് കേവലം ഓർമ്മകൾ മാത്രമാണെങ്കിൽ, ഈ ഓർമ്മകൾ പരസ്പരം കൂട്ടിയിടിക്കുമ്പോൾ നാം ജീവിക്കുന്ന ഈ ലോകത്തിന് യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കും? ബ്ലേക്ക് ക്രൗച്ചിന്റെ ഈ നിഗൂഢമായ ചോദ്യങ്ങൾ നിങ്ങളെയും വേട്ടയാടട്ടെ. ചിന്തിച്ചു നോക്കൂ. അടുത്ത തവണ നിങ്ങളൊരു പഴയ കാര്യം ഓർക്കുമ്പോൾ അത് ശരിക്കും നടന്നതാണോ അതോ വെറുമൊരു ഫാന്റം ഓർമ്മയാണോന്ന് ആർക്കറിയാം, അല്ലേ? കൂടുതൽ അറിവുകളുമായി വീണ്ടും കാണാം. നന്ദി.